Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വജീറ്റ അവനാണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, നീ നിന്റെ അമ്മയെ നന്നായിട്ട് നോക്കണം, എന്റെ മാത്രം പോരാട്ടമാണെന്ന് പറഞ്ഞ് വജീറ്റയാണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിന്റെ ദേഹത്ത് ആഞ്ഞടിക്കുകയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ ബോധം കെട്ട് താഴെ വീഴും. ഗോട്ടൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനിപ്പോ വജീറ്റയോട് ദേഷ്യപ്പെടും. നിങ്ങൾ എന്തായി ചെയ്തത്? നിങ്ങളെ സഹായിക്കാനല്ലേ ശ്രമിച്ചത്? അതിന് നിങ്ങൾ എന്തിനാണ് അവനെ തല്ലിയെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ കൈ ചുരുട്ടി ഇപ്പോ ഗോട്ടനെയും തല്ലി താഴെ ഇടുകയാണ്. പിക്കലോയോട് അവരെ രണ്ടുപേരെ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. വഴിയില്ലാതെ പിക്കലോ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് മൊട്ടപ്പനോട് കാര്യം പറഞ്ഞ് അവിടുന്ന് കൊണ്ടുപോവാണ്. അവൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. അവനിനി തിരികെ വരുമെന്ന് തോന്നുന്നില്ല. അവരത് പറഞ്ഞു തീർക്കേണ്ട താമസം വജീറ്റയാണെങ്കിൽ അവന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്ത് ബോയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അത് ആരംഭിക്കും. അവന്റെ പവർ അങ്ങനെ വമ്പ ഫോഴ്സിൽ പുറത്തേക്ക് വരുമ്പോൾ ബോവിന് പോലും ആ ഒരു പവർ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. വലിയൊരു ഫോഴ്സ് അത് പുറത്തേക്ക് പ്രൊഡ്യൂസ് ആയി. അതിൽ വജീറ്റയാണെങ്കിൽ കുറേശ്ശെ ഇല്ലാതാവുന്നത് ഇപ്പൊ പിക്കലോയും അതുപോലെ മൊട്ടപ്പനും നോക്കി നിൽക്കും. പിക്കലോ ആണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ അവനെ പിടിച്ചു വെക്കുകയാണ്. പിക്കലോ, നീ എന്തായി ചെയ്യണേ? അവിടേക്ക് പോകാനായിട്ട് പാടില്ല. ഓൾറെഡി നീ പറഞ്ഞതല്ലേ വജീറ്റ മറ്റുള്ളവർക്ക് വേണ്ടി അവന്റെ ജീവൻ അത് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണെന്ന്. അവനിപ്പോ അവന്റെ ജീവൻ കുറേശ്ശെയായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് പോയാൽ അവനോടൊപ്പം നിന്റെ ജീവനും നഷ്ടപ്പെടും. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മൊട്ടപ്പൻ അവനെ മുറുകെ പിടിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചുന്ദരം പയ്യനും വിടലും ബൊൽമയും ചീച്ചിയും അവരെല്ലാവരും ഒരു വിമാനത്തിൽ നമ്മുടെ ആൾക്കാർ അന്വേഷിച്ച് വരികയാണ്. ചീച്ചി ആണെങ്കിൽ ഇപ്പൊ വിടലിനോട് ചോദിക്കും, ഗോഹാനെ നിനക്ക് തടയാൻ പറ്റിയിട്ടില്ല, അതെനിക്കറിയാം. പക്ഷെ ഗോട്ടനെയും ട്രങ്ക്സിനെയും അവരെ എന്തുകൊണ്ട് നീ തടഞ്ഞില്ല? അതിനവള് പറയും, ഞാൻ ശ്രമിച്ചതാണ്, പക്ഷെ അപ്പോഴേക്കും അവര് പറന്നുപോയി. എന്നെ കഴിഞ്ഞ് സ്പീഡിൽ ഫ്ലൈ ചെയ്യാൻ അവർക്കറിയാം. ചുന്ദരം പയ്യനാണെങ്കിൽ അവരോട് പറയും, അവരെ തടയാൻ ആർക്കും കഴിയില്ല. ഗോകുവിന്റെയും വജീറ്റയുടെയും മക്കളല്ലേ അവര്. ഉറപ്പായാലും ആര് തടഞ്ഞാലും അവര് പോവും. പക്ഷെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല, അവര് ശരിക്കും പവർഫുൾ ആണ്. ഉമ്മയാണെങ്കിൽ ഒരു സെക്കൻഡ് വജീറ്റ ആ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് വന്നതും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതൊക്കെ ആലോചിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും വജീറ്റ അപ്രകാരം ചെയ്തത്? ടൂർണമെന്റിൽ വെച്ച് വജീറ്റയുടെ മുഖം അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചതാണ്. അവന്റെ മുഖവും ഭാവവും എല്ലാം തന്നെ പഴയ ആ ദുഷ്ടന്റേതുപോലെ ആയിരുന്നുവെന്ന് ഇപ്പൊ മാസ്റ്റർ ഓഷി പറയും. അവരത് പറയേണ്ട താമസം ഒരു പവർ വന്ന് അവരുടെ ആ പേടകത്തെ ഹിറ്റ് ചെയ്യാണ്. അവർക്കാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഓ നോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സംഭവമാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ പവറിൽ നിന്ന് ഇപ്പൊ പേടകം ഡൈവേർട്ട് ചെയ്യും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ദൂരേക്ക് നോക്കും. അവിടുന്ന് വലിയൊരു വെളിച്ചവും പ്രകാശവും അത് റിലീസ് ആവുന്നുണ്ട്. അതിൽപ്പെട്ടാണ് പേടകം ആടി ഒലഞ്ഞത്. ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. എന്തുകൊണ്ടായിരിക്കും എന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്നത്? വജീറ്റ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ചിന്തിക്കും. അടുത്ത നിമിഷം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ പേടകം അത് തകർന്ന് പുറകിലൂടെ വമ്പം ഫോഴ്സിൽ ഇപ്പൊ പുകയും തീയും അങ്ങനെ പടർന്നു പിടിക്കുകയാണ്. സംഭവം എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. കാര്യം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ 18 ആണെങ്കിൽ അവളുടെ കുഞ്ഞിനെ ബാക്കിയുള്ളവരുടെ കയ്യിൽ കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് വന്ന് ആ പേടകം കൺട്രോൾ ചെയ്ത് താഴ്ത്തിറക്കും. ആണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വരും. അവളുടെ ഹസ്ബൻഡ് വെജീറ്റയ്ക്ക് എന്തോ ഒന്ന് മോശമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ തിരിച്ചറിയും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ വെജീറ്റയെ കാണിക്കും. അവനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. പവർ മുഴുവൻ നശിച്ച് മൊത്തത്തിൽ അവൻ സെൽഫ് ഡിസ്ട്രക്ഷൻ ചെയ്ത് തകർന്ന് താഴേക്ക് വീഴും. പിക്കലോയ്ക്കും അതുപോലെ തന്നെ മൊട്ടപ്പനും അത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനോട് പറയും, നീ 2 കുട്ടികളെ അവരുടെ വീടുകളിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ ഒരു കാര്യം നീ അവരോട് തുറന്നു പറയണം. സംഭവിച്ച എല്ലാ കാര്യങ്ങളും അത് നീ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഗോകുവിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ വെജീറ്റയും ഗോഹാനും അവർ രണ്ടുപേരും മരണപ്പെട്ടു. അത് കേട്ട് ഇപ്പൊ മൊട്ടപ്പനാണെങ്കിൽ അവരോട് ചോദിക്കും, വെജീറ്റ മരിച്ചത് നമ്മൾ രണ്ടുപേരും കണ്ടതാണ്. ഗോഹാൻ മരിച്ചു എന്നെങ്ങനെ നിനക്ക് പറയാൻ കഴിയും? അതിന് അവൻ പറയും, ഓൾറെഡി വെജീറ്റ എന്നോട് പറഞ്ഞതാണ് ഗോഹാൻ മരണപ്പെട്ടുവെന്ന്. മാത്രമല്ല അവന്റെ പവറും എനിക്കിപ്പോ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മൊട്ടപ്പൻ, ഇനി ഒട്ടും സമയം കളയാനില്ല, എത്രയും വേഗം നീ ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് പിക്കലോ ആണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. പക്ഷെ അപ്പോഴും മൊട്ടപ്പനാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായി കഴിയില്ല. ഇല്ല, ഗോഹാൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇവരുമായിട്ട് എത്രയും വേഗം എനിക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞ് ഗോഹാൻ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഹാൻസം പോയി. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ആ പേടകം അത് റിപ്പയർ ചെയ്യാണ്. ഉടനെ മാസ്റ്റർ ഓഷി ആണെങ്കിൽ അവനോട് ചോദിക്കും, അത് എന്ത് തരം പവർ ആണെന്ന് നിനക്ക് മനസ്സിലായോ? അതിനവൻ പറയും, ഇല്ല, അതൊരു വലിയ ഷോക്ക് വേവ്സ് ആയിരുന്നു. ഷോക്ക് വേവ്സ് അത് താങ്ങാൻ കഴിയാതെയാണ് പേടകം തകർന്നു പോയത്. കട്ട് ചെയ്ത ഇവിടെ വെജീറ്റ ആണെങ്കിൽ ആ വലിയ തകർച്ചയുണ്ടായ സ്ഥലത്തേക്ക് വന്ന് ചുറ്റും നോക്കും. ആ തകർച്ചയുടെ ഇമ്പാക്ട് അവൻ കണ്ടു മനസ്സിലാക്കും. പിക്കലോ ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ ആ മാജിക് ബൂന്റെ ഓരോരോ ബോഡി പാർട്സുകൾ അങ്ങനെ തകർന്ന് കിടക്കുകയാണ്. അവന് കാര്യം മനസ്സിലാവും. വജീറ്റയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു മാജിക് ബോ മരണമില്ലാത്തവനാണെന്ന്. അവനെ കൊണ്ട് വളരെ എളുപ്പത്തിൽ അവന്റെ ബോഡി റീജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് ജീവിതവും ജീവനും എല്ലാം തന്നെ സാക്രിഫൈസ് ചെയ്ത് അത്രയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി അവനെ തകർത്ത് കളഞ്ഞത്. വലിയൊരു എക്സ്പ്ലോഷൻ മാത്രമേ
മാജിക് ബൂവിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന കൃത്യമായ ബോധം അത് വജീറ്റയ്ക്ക് ഉണ്ടായിരുന്നു. സോ അവൻ അത് ചെയ്തു. ആദ്യമായിട്ടും അവസാനമായിട്ടും വജീറ്റ മറ്റുള്ളവർക്ക് വേണ്ടി അവന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തു. നിന്റെ ഈ വീരമൃത്യു അത് ലോകം അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ സയാൻ വംശത്തിന്റെ രാജകുമാരനായി തന്നെയാണ് നീ ഇപ്പോ മരിച്ചു പോയിരിക്കുന്നത്. വംശത്തിന് നീ ശരിക്കും ഒരു അഭിമാനം തന്നെയാണെന്ന് പറയും. അതേസമയം ചെറിയ മുരൾച്ച കേട്ട് പിക്കലോ ആണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വരും. പാതി വെട്ടേറ്റ നിലയിൽ ആ ഒരു ബാബുടി അവൻ ആ കുഴിയിൽ കിടക്കുകയാണ്. ഓ, നീ ഇപ്പോഴും പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല അല്ലേ? എന്റെ മാജിക് ബൂവിന് ഇനി നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്നെ ഇവിടെ വെച്ച് പൂർണ്ണമായിട്ടും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് പിക്കലോ ആണെങ്കിൽ അവനെ കൊല്ലാനായിട്ട് ഒരുങ്ങും. ആ സമയം ബാബുടി ആണെങ്കിൽ മാജിക് ബൂവിനെ വിളിക്കുകയാണ്. അപ്പോഴായിരിക്കും ഭിന്നമായി കിടക്കുന്ന മാജിക് ബൂവിന്റെ ആ പീസുകൾ അതങ്ങനെ റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് ഇപ്പൊ പിക്കലോ അവൻ ശ്രദ്ധിക്കുക. പിക്കലോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. പീസുകളിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് മാജിക് ബൂസ് അങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. വജീറ്റ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവൻ ചിന്തിക്കുന്ന അതേസമയം ആ പീസുകൾ എല്ലാം തന്നെ ഒരുപാട് മാജിക് ബൂസായി മാറി അവറ്റകളെല്ലാം ഒന്നു ചേർന്ന് ഇപ്പോ ആ പഴയ മാജിക് ബൂ അവ വീണ്ടും ക്രിയേറ്റ് ആവുകയാണ്. അവിടെ നിന്ന് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയ പിക്കലോ ആണെങ്കിൽ ഞൂട്ടിയടയിൽ അവിടുന്ന് പറന്നു പോകും. എന്നെ കൂടെ ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. സ്വന്തം ജീവൻ പോലും സാക്രിഫൈസ് ചെയ്ത് വജീറ്റ അവനെ ഇല്ലാതാക്കിയിട്ടും അവനെ നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. എങ്ങനെ അവൻ വീണ്ടും റീജനറേറ്റ് ആയെന്ന് ചിന്തിച്ച് അവൻ അങ്ങനെ പറന്നു പോകും. മാജിക് ബൂ ആണെങ്കിൽ പൂർണ്ണമായിട്ട് റീജനറേറ്റ് ആയി ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഇപ്പോ അവന്റെ മാസ്റ്റർ ബാബുഡിയുടെ അടുത്തേക്ക് വരികയാണ്. ബാബുഡി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നീ ഡാൻസ് ചെയ്യാതെ എത്രയും വേഗം എന്നെ രക്ഷിക്കാനുള്ള കാര്യം നോക്ക്. അത് കേട്ട് ബൂ ആണെങ്കിൽ ഇപ്പൊ ബാബുഡിയെ നോക്കും. എന്തുപറ്റി, നിന്റെ ശരീരം അത് ചിന്ന ഭിന്നമായല്ലോ, അത് പറയാനൊന്നും സമയമില്ല, എത്രയും വേഗം റെഡിയാക്ക്. അതിന് ബൂ പറയും, തീർച്ചയായിട്ടും ഞാൻ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വട്ടത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിന്നെ ഉറപ്പായിട്ടും ശരിയാക്കുമെന്ന് വിളിച്ചു പോകും. അവിടേക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. എന്നെ ഇനി നീ പരീക്ഷിക്കാൻ പാടില്ല, എത്രയും വേഗം എന്നെ ബാക്ക് ടു നോർമൽ ആക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഞാൻ നിന്റെ മാസ്റ്ററാണ്, എന്നെ നീ ഒബേ ചെയ്യണം. ബാബുഡി ആണെങ്കിൽ ദേഷ്യപ്പെടുന്ന കണ്ട ബൂ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പൊ അവന്റെ പവർ ഉപയോഗിച്ച് ബാബുഡിയെ ബാക്ക് ടു നോർമൽ ആക്കുകയാണ്. ബാബുഡി ആണെങ്കിൽ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി ഇപ്പോ ബാക്ക് ടു നോർമൽ ആവും. അവിടെ ആണെങ്കിൽ പുറത്തേക്ക് ചാടി വരും. എന്നോട് ഇങ്ങനെ ചെയ്ത ആ പച്ച മനുഷ്യനെയും പിള്ളേരെയും അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. എനിക്ക് വേണമെങ്കിൽ അവരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തെ പോലും തകർക്കാൻ എന്നെ കൊണ്ട് വളരെ എളുപ്പത്തിൽ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. എനിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കണം. സോ എനിക്ക് വേണ്ടി അവരോട് നീ പ്രതികാരം വീട്ടണം. അവരെ നീ തന്നെ ഇല്ലാതാക്കണം. ഇതാ ഇവിടെ പിക്കലോ ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ അവനോട് ചോദിക്കും, പിക്കലോ എന്ത് സംഭവിച്ചു? അതിന് പിക്കലോ പറയും, ആ മാജിക് ബൂ അവൻ വീണ്ടും റീജനറേറ്റ് ആയി. മൊട്ടപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. നീ എന്താ ഈ പറയണേ? വജീറ്റയുടെ മരണം അത് യാതൊരു ഉപയോഗവും ഇല്ലാതായെന്നാണോ പറയുന്നത്? അവൻ എങ്ങനെ റീജനറേറ്റ് ആയി? അതിന് പിക്കലോ പറയും, സംസാരിച്ചേക്കാൻ സമയമില്ല. അതാണ് ഇനി ട്രങ്ക്സിനും അതുപോലെ ഗോട്ടനും ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും എനിക്ക് ഇവരിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇവരെ സേഫായി എനിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചിലവാണെങ്കിൽ മൊട്ടപ്പന്റെ കയ്യിൽ നിന്ന് അവരെ രണ്ടുപേരെയും ഏറ്റുവാങ്ങുകയാണ്. അതേസമയം ഇവിടെ ബാബുഡിയും ആ ഒരു മാജിക് പോവും. അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാർ അന്വേഷിച്ച് ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആ വിഡ്ഢികളെ കയ്യിൽ കിട്ടുന്നത് വരെ ഈ ലോകത്തിന്റെ ഓരോ ഭാഗത്തായിട്ട് നാശം വിതയ്ക്കാമെന്ന് ബാബുഡി പറയും. കട്ട് ചെയ്താ ഇവിടെ സുപ്രീം കായ് ആളാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നടക്കുകയാണ്. കൊഹാൻ, ഒരു കാരണവശാലും മരിക്കാൻ പാടില്ല, നിന്റെ ജീവൻ അത് തിരികെ പിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു പോവും. അപ്പൊ ദൂരത്തായിട്ട് കൊഹാനാണെങ്കിൽ ഒരനക്കമില്ലാതെ കിടക്കുകയാണ്. ഇവിടെ കാറ്റും അതുപോലെ റോബിനും അവർ രണ്ടുപേരും ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പോ സെൻസ് ബീൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് റോബിൻ പറയും, ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ, എപ്പോഴും ചോദിച്ചാൽ എവിടുന്ന് ഞങ്ങൾ എടുത്തു തരും. അതിന് ഗോഹാം മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യത്തോടുകൂടെ പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ പോരെ, അതിന് ചൂടാവേണ്ട കാര്യമുണ്ടോ ചോദിച്ച് അവർ രണ്ടുപേരും മുകളിലേക്ക് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ ഗോക്കു ആണെങ്കിൽ പതിയെ കണ്ണ് തുറക്കുകയാണ്. വജീറ്റ, നീ എന്നെ ചതിച്ചു അല്ലേ? ബൂവായിട്ട് തനിയെ ഫൈറ്റ് ചെയ്യാനായിട്ട് നീ എന്നെ അടിച്ച് താഴെയിട്ട് ഈ സെൻസ് ബീനും എടുത്ത് കടന്നു കളഞ്ഞു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, എത്രയും വേഗം നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കണം. വജീറ്റയുടെ പവർ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അതുപോലെ തന്നെ ഗോഹാന്റെ പവറും എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ മൊട്ടപ്പന്റെയും പിക്കലോടും പവർ എനിക്ക് കിട്ടുന്നുണ്ട്. എത്രയും വേഗം അവരുടെ അടുത്തേക്ക് പോയി സംഭവിച്ച കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ ബാബുഡിയെ തൂക്കിയെടുത്ത് വലിയൊരു ബിൽഡിംഗ് തകർത്ത് അകത്തേക്ക് പോവാണ്. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഒരുപാട് പരുക്കൾ പറ്റും. അവിടെയാണെങ്കിൽ മാജിക് ബൂവിനോട് പറയും, അടുത്ത തവണ ബിൽഡിംഗ് വരുമ്പോ നീ ഡൈവേർട്ട് ചെയ്ത് പോകണം, അതല്ല എങ്കിൽ എനിക്കും പരുക്ക് പറ്റുമെന്ന് പറയും. കട്ട് ചെയ്ത സുപ്രീം കായ് ആളാണെങ്കിൽ ഗോഹാനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോഹാൻ, നീ മരിക്കാൻ പാടില്ല, നീ എവിടെയാണ്? എങ്ങനെയെങ്കിലും നീ എന്റെ അടുത്തേക്ക് വായോ, നിന്നെ കൊണ്ട് മാത്രമേ മാജിക് ബൂവിനെ പിടിച്ചു കെട്ടാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.